സുഹൃത്തുക്കളെ, ഇതേത് സ്ഥലം? എന്താണ്? ഗുൽമാർഗിലൂടെ കുതിരപ്പുറത്ത് പോവാണ്. കുതിരപ്പുറത്ത് ആദ്യമായിട്ട് കയറാണ്. ഇത്ര ദൂരം സഞ്ചരിക്കണം. പേടിച്ച് എന്തൊരു കഷ്ടാന്നറിയോ. ഇതാ നമ്മളെ ചങ്ങായിമാരൊക്കെ ഇതാ. അയ്യോ കുതിരെ, ഇവന്മാര് എവിടേക്ക് പോകുന്നു നമുക്കറിയില്ലല്ലോ. ഞങ്ങൾ ആ മഞ്ഞുമലിന്റെ മുകൾക്കാണ് പോണത്. പക്ഷെ എങ്ങനെയല്ല, കുതിരന്റെ ബൈക്ക് പോകണം. ഇവര് നോക്കണ്ടേ? അല്ല ഈ കുതിര അയ്യോ, എനിക്ക് വ്ളോഗ് ചെയ്യാനുള്ള ബോധി പോയി. കാല് രണ്ടോ ഇതിന്റെ ഉള്ളിൽ കുടുക്കി കെട്ടിക്കാണ്. എന്റേത് ചെറിയ കുതിരടാ, നിങ്ങളുടെ ഒക്കെ വലിയ കുതിരയാണ്. ഭായി ഭായി ഇന്നെ നോക്കൂ പ്ലീസ് ഇന്നെ നോക്കൂ. ആഷിഖിന് നല്ല കുതിരയാണ്. ആഷിഖിന്റെ കറക്റ്റ് പോകണ്ട. ഇന്റേതാണെന്ന് പാവം കുതിരയാണ്. അയ്യോ ചളിയോ ഭായി ഹലോ എന്താ പോണ്? എനിക്ക് കുതിരനെ മാറ്റണം. പോടാ തെണ്ടിയാണ്. എടുക്കൂല. ഞങ്ങൾ നല്ല പെഹൽഗാമിൽ പോയപ്പോൾ കുതിര എടുത്തിട്ടില്ല. പക്ഷെ ആ കുതിര ഇതിനെക്കാട്ടും ഡേഞ്ചറസ് ആണ്. അത് പറഞ്ഞാൽ ഒരു കുന്നിൻ്റെ മുകൾക്കാണ് പോണത്. വളരെ വലിയ ആയം കൂടിയത്. ഇത് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല തണുത്ത കാറ്റും ഇതൊക്കെ കൊണ്ടുകൊണ്ട് ശരിക്കും നല്ല ഇപ്പോൾ കുറേയൊക്കെ കംഫർട്ടായി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത് ഒന്നും ചെയ്യരുത്, കയറോ ഒന്നും പിടിച്ചരുത്. അവർക്ക് അറിയാതെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ. അയ്യോ അതാ അപ്പിടുണ്ട് കുതിര, അപ്പിടുണ്ട്. എൻ്റെ കുതിര ഇങ്ങോട്ട് പോണ്, ഇന്റെ കുതിര ഒറ്റക്ക് പോണി. ഇപ്പൊ ഭായ് ഇടക്ക് ഇങ്ങോട്ട് നോക്കിട്ടോ. മേരാ കുതിര ഈ നക്കി മറ്റേ ജോൺസിനെ പോണ മാതിരി ഉണ്ട്. എന്റെ കുതിരക്ക് വെയ്യടാ ഭായ്. എന്റെ കുതിര അങ്ങോട്ട് പോണ് ഭായ്. കുറച്ച് നല്ല വൈക്കൂടെ പോയിക്കോളൂ. അവർക്ക് ഈ ചളി കൂടെ ഒക്കെ പോണ. അയ്യോ 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 അയ്യോ. ഞങ്ങൾക്ക് പോകാനുള്ളത് അവിടെ ഒരു മല ഉണ്ട്. ഇതിൽ കാണുമോ അറിയില്ല. മല കാണുന്നുണ്ട്. ആ മലന്റെ അവിടെ എവിടെയൊക്കെയാണ് പറഞ്ഞത്. ഈ കുതിര പോവാന് ഞങ്ങൾ ഒരാൾക്ക് 1000 രൂപയാണ്. പിന്നെ ഞങ്ങൾ ഇട്ട ഡ്രസ്സിന്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ 200 രൂപ. അതായത് ജാക്കറ്റിന് 50ഉം ഇതിന് 100ഉം. അങ്ങനെയാണ് ഞങ്ങളുടെ ഇത്. ഞാൻ കുറച്ച് ഹൈറ്റിലെത്തി. കുതിര ചെരിഞ്ഞ ഞാൻ വീണിട്ടോ മക്കളെ. കുതിര ചെറിയാതെ പോട്ടെ. ആയി കുതിരനെ നല്ല രീതി കൊണ്ടോട്ടെ. കുതിരനെ നല്ല രീതി കൊണ്ടുപോകും. എനിക്കത്ര ധൈര്യം പോരാ. രാവിലെ തന്നെ ഞാനൊന്ന് ഛർദിച്ചൊക്കെ ചെയ്താണ് ഇത്. ഞാൻ മുമ്പിലെത്തി. വേണ്ട, ഇത്ര സ്പീഡ് വേണ്ട. ഭായ് കൊക്ക ഭായ് ഇക്ക് ബാക്കിൽ വന്നാ മതി. മക്കളെ കുതിര എൻ്റെ കുതിരനെ പറ്റും മുമ്പിൽ പോണ്. മുത്തേ ഇതിൻ്റെ മുത്തറ എൻ്റെ ജീവൻ കൊണ്ട് നല്ല രീതിയിൽ എന്നെ കൊണ്ടാക്കിക്കട്ടെ. അവരൊക്കെ ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ഗുൽമാർഗിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഗുൽമാർഗിലെ ഈ ഐസ് ഉള്ള ഇതിലേക്ക് പോകാനാണ്. സത്യം പറഞ്ഞാൽ നടക്കാൻ പറ്റൂല, അവിടെ കുതിരേനെ ശരണം. പക്ഷെ എന്നാലും ഇവിടെ കുറച്ചും കൂടി നല്ല കുതിരക്ക് പോകാൻ പറ്റിയതാണ്. ഇന്നലത്തെ പറഞ്ഞാൽ ശരിക്കും പീഡനമാണ്. അവിടുത്തെ കണ്ട് ഞാനും എൻ്റെ സഹയാത്രികരും കാണുന്നുണ്ടെങ്കിൽ കണ്ടോളി. എനിക്ക് കാണുന്നില്ല.
ഒന്നാമത് നല്ല വെയിൽ. ഇവിടുത്തെ നമ്മളെ വിൻഡോസിൻ്റെ ഇതില്ല, വാൾപേപ്പർ മേലുള്ള സ്ഥലമാണ്. നമ്മൾ പഴയ വിൻഡോസ് എക്സ്പിൻ്റെ ഒക്കെ ആ വാൾപേപ്പർ മേലുള്ള സ്ഥലമാണ് ഇവിടെ. നല്ല മൊട്ടക്കുന്നുകൾ, പച്ചപ്പ്. നമ്മളിപ്പോൾ യാത്ര പുറപ്പെട്ട് 5 മിനിറ്റായി. കുതിര നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. ഇവനാണ് കുതിരൻ്റെ ഡ്രൈവർ കേട്ടോ, കുതിരക്കാർ ഡ്രൈവർ. വേറെയും 2 ഡ്രൈവർമാരുണ്ട്. കാരണം ഇവർ ആണ് കുതിരക്ക് എന്തൊക്കെ ഭാഷകളിലൂടെ എങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കും. കുതിര വഴി തെറ്റിയാൽ അവർ ഇതാക്കും. പക്ഷേ കുതിരകളൊക്കെ വളരെ നല്ല അനുസരണയുള്ള കുതിരകളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ തണുത്ത കാറ്റും ഇതൊക്കെ, പക്ഷേ ഈ ജാക്കറ്റ് ഇട്ടത് മുതലായി ഇപ്പോൾ തോന്നുന്നു. കാരണം ഇവരുടെ ജാക്കറ്റ് കുറച്ചും കൂടി ഇതാണ്, സ്നോൻ്റെ ഇതിൽ കൂടിയാണ്. അല്ല അപ്പുറത്ത് കൊക്ക, ഇപ്പുറത്ത് കുതിര. എന്നാൽ ഇവിടുത്തെ കുതിരകൾ പെഹൽഗാമിലെ കുതിരകളെക്കാൾ ഭാഗ്യമുള്ളവരാണ്. അവിടെ പറഞ്ഞാൽ ഈ വലിയൊരു കുന്ന് കയറാനാണ്. ഇവരൊക്കെ വരുന്ന കുതിര പുറത്ത്. हाँ मैदान, हाँ ये हो गया गल्फ कोर्स, गोल्फ। हाँ वो जो ग्रीन वाला हाट दिख रहा है वो ऊपर, ये चर्च है अंग्रेज लोगों का। ओके, जब तक है जान जिया जिया उस पेड़, ओ जब तक है जान, ओ शूटिंग, हाँ वो उस पेड़ ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഓ എല്ലാം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇവിടെ ജബ് തക് ജാൻ്റെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമുണ്ട്. അതുപോലെ അവിടെ ഗോൾഫ് കോച്ചിൻ്റെ അതിൻ്റെ ഒരു സ്ഥലമുണ്ട് എന്നൊക്കെ പറയുന്നത്. എനിക്ക് പൂർണ്ണമായി ഹിന്ദി അറിയില്ല. ഇവിടെ കണ്ടില്ല മഞ്ഞ് തണുത്തുറഞ്ഞ് നിൽക്കുന്നത്. ഇവിടെ വന്നാലാണ് കാശ്മീരിലെ മഞ്ഞ് കാണാറുന്നത്. ഈ കുതിര പോകുന്ന വഴികൾ, കുതിരകൾ പോയി അവർക്ക് തന്നെ തയക്കം വന്നിരിക്കണം, എവിടെ ചവിട്ടണം, എവിടെ ഇതാക്കണം എന്നൊക്കെ ഉള്ളത് ഞങ്ങളുടെ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. കണ്ടോ, നമുക്ക് ആളുകൾക്ക് പോവുകയാണെങ്കിൽ വളരെ ആദർശമായ വഴിയുണ്ട്. ഇതിൻ്റെ ബാക്കിലുള്ള ആളുകൾ, ഇപ്പം ഞാനാണ് ഇവരെ നയിക്കുന്ന സേനാനായകൻ. നമ്മൾ നല്ല കംഫർട്ട്. നമ്മൾ ഈ ഇരുത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കാല് ഇതിനുള്ളിൽ ഈ ഒരു ചങ്ങലൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിങ്ങനെ കറക്റ്റ് ഇരിക്കാൻ വെക്കുന്നത്. അവർ ഇത് താങ്ങി തന്നിട്ടാണ് നമ്മൾ ആക്കുന്നത്. കയറുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ആദ്യമായി കുതിരപ്പുറത്ത് കയറുന്നതിൻ്റെ ആ ഒരു പേടി. നമ്മൾ ഈ ഊട്ടിയിലൊക്കെ കുതിരപ്പുറത്ത് ഇത് പറഞ്ഞത് അങ്ങനെയല്ല. അത് ഏകദേശം എത്ര കിലോമീറ്റർ, ഇവരെ എത്ര 8 കിലോമീറ്റർ ഇതൊക്കെ. അയ്യോ, ഇവിടെ കുറച്ച് പേടി കേട്ടോ. അല്ല ഇവിടെ കുതിര നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കുതിര സാധുവാണ്. നമ്മൾ ഈ കുതിരയിട്ട് വീണ് കഴിഞ്ഞാൽ അപ്പുറത്ത് തോട്ടൊക്കെ വീകല്. പക്ഷെ കുതിരൻ്റെ കാലിൻ്റെ ഉള്ളിൽ നമ്മളെ ആ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ കാല് കുടുക്കി വെച്ചുകൊണ്ട് ആ ഒരു പേടിയുണ്ട്. ഇത് ഇവരിങ്ങനെ കറക്കി, ഇവർക്ക് കുതിരക്കായിട്ടുള്ള റൂട്ടാണിത്. ആളുകൾക്ക് പോകാൻ വേറെ റൂട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ നടന്നു പോകാൻ പറ്റില്ല. ഇവിടെയൊക്കെ വേലി കെട്ടിയിരിക്കുന്നു തോന്നുന്നു കുതിരകൾക്ക് ഉണ്ടെങ്കിൽ. ഇവിടെ കുറച്ചും കൂടി ഫ്ലാറ്റായ സ്ഥലം എത്തിയിട്ടോ. ഞാൻ മൊബൈൽ എടുത്ത് വെച്ചാൽ ക്യാമറ ഞാൻ എടുത്തിട്ടില്ല. ക്യാമറ എങ്ങനെ കൈകാര്യം ചെയ്യാൻ അല്ല, നമ്മൾ റോട്ടുമൊക്കെയാണ് കിടക്കണത് കേട്ടോ. ഒരു കുതിര മറ്റേ കുതിര. ഇപ്പോൾ ഞങ്ങൾ റോട്ടുമല്ലാട്ടോ, റോട്ടുമ്മ കൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. എൻ്റെ കുതിര റോട്ടുമ്മലാണ് ഉള്ളത്. എൻ്റെ കുതിര ഒന്ന് എന്നെ ചുറ്റിച്ച്. ഈ മറ്റേ കുതിരൻ്റെ മൂട്ടിൽ നടക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാലേ നമ്മളെ കാലിൻ്റെ മുട്ട് അതിമ തട്ടുകയാണ്, ആ കുതിരൻ്റെ മേലെ തട്ടുകയാണ്. ഇവരിങ്ങനെ കൂട്ടമായി പായൊന്നും വേണ്ട. എൻ്റെ മോനെ ദാദാ നമ്മളെ കൂടെ കേട്ടോ. അല്ല 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 അയ്യ മെല്ലെ 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 മെല്ലെ. കുതിര സ്പീഡ് കൂട്ടുന്നു, സ്പീഡ് കുറക്ക്. അല്ല കുതിരക്ക് തോന്നുന്നു. അയ്യോ, എനിക്ക് ഡ്രൈവർ വന്നു. എൻ്റെ കുതിരയാണ് കുതിര. അല്ല എൻ്റെ അവരെ മൂക്കുമേൽ കാലുമേലൊക്കെ നമ്മളത് തട്ടുമ്പോൾ അയ്യോ പിന്നെ പിന്തുടരില്ല പ്ലീസ്. ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം പ്ലീസ്, ഞങ്ങൾ പോയിക്കോളാം. നടന്നു പോയത്
ഈ കുതിരൻ്റെ ഇതിൻ്റെ നാവിൻ്റെ തൊടമ്പലാണ്. അയ്യോ ആ കുറച്ചും കൂടി ഫ്ലാറ്റായ സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ ഇത് നല്ല ഫ്ലാറ്റായ ഏരിയയാണ്. അയ്യോ 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 ഇനി ഓടണ്ട 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 നോ ഓട്ടം. മെല്ലെ പോയാൽ മതി മെല്ലെ പോയാൽ മതി. അവര് ഓരോ ഒച്ച ഉണ്ടാക്കുന്നുണ്ടല്ലോ ഈ കുതിരക്ക്. അപ്പോൾ അതിനനുസരിച്ചാണ് കുതിരകൾ പോകുന്നത്, സ്പീഡ് കൂട്ടുന്നത്. ഇതൊക്കെ ഇങ്ങോട്ട് അയ്യോ ഇവിടെ ചളിയാണ്, ഇങ്ങോട്ട് പോകല്ലോ. ഇങ്ങോട്ട് വെക്കണ്ട. മഞ്ഞൊക്കെ ഇവിടെ കനത്ത മഞ്ഞുകളൊക്കെ വീടുണ്ട്. ഇതാ നമുക്ക് പോകാനുള്ള ലൊക്കേഷൻ അതാണ്. ഞാൻ ഫോണ് പിടിച്ച് ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ കുതിരൻ്റെ ഇവിടെ വെച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല റൂട്ടിലെത്തിയിട്ടുണ്ട്. ഇതാ ഇപ്പൊ ഞാനാണ് ഇവരുടെ എൻ്റെ കുതിരയാണ് നയിക്കുന്നത്. അതാ ഇവരെ കുതിരയൊക്കെ വരുന്നുണ്ട്. ആ കുതിരകൾ കൂട്ടിയിടിക്കും. അതാണ് പക്ഷേ നമ്മളതിൻ്റെ മുകളിലുണ്ടല്ലോ. ഈ എൻ്റെ കുതിര എന്തിനാ ഫാസ്റ്റ് ആണ്? എൻ്റെ കുതിര ഈ അവിടെ ചെങ്ങായി അതാ 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 ആരാ ചവിട്ടണേ? അയ്യോ 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 മോനെ. ഓ ഇവിടുന്ന് കുറച്ച് ഫ്ലാറ്റായി ഏരിയ ഇട്ടിട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ബ്യൂട്ടി ആസ്വദിക്കണം. കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങണം. കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയാൽ നല്ല പ്ലസൻ്റ് കാലാവസ്ഥ. നമ്മൾ എവിടത്തെ കുതിരപ്പുറത്ത് പോകുന്നില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് കുതിരകളെ പുറത്തുനിന്ന് പോകുന്നത് എനിക്ക് വലിയ ഇതില്ല. പക്ഷെ ഇവർ ഇവിടെ ഇതല്ലാതെ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാട്ടാ. പിന്നെ അതുപോലെ ഞങ്ങൾ ഡ്രൈവർ പറഞ്ഞായിരുന്നു എന്തായാലും. പിന്നെ നമ്മൾ കാശ്മീരിൽ വന്നിട്ട് നമ്മൾ കുറച്ച് പൈസ എവിടെയും സ്പെൻഡ് ചെയ്യുമ്പോഴല്ലേ ഇവിടെ ഉള്ളവർക്കും ജീവിതമുള്ളൂ. നമ്മളെ കേരളത്തിലുള്ള പുറത്തുനിന്നുള്ള മണി ഇവിടെ വന്നിട്ട് ഇതാട്ടെ ഇവിടുത്തെ ആളുകളുടെ ജീവിതമാർഗ്ഗം ഇതല്ലേ. അങ്ങനെയാണ് കുതിരപ്പുറം ഇതാക്കിയത്. നടക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും നടന്നിരുന്നു. ഇവിടെ ഇവരൊക്കെ സെൽഫി എടുക്കലും കുതിരപ്പുറത്തെ ഇതൊക്കെ അതാണ്. ഞാനിവിടെ വീഡിയോ ആണ് എടുക്കുന്നത്. അവരൊക്കെ സെൽഫിയും ഫോട്ടോസാണ്. ഏതായാലും ഇവിടെ വരുന്ന ആളുകളും അല്ലെങ്കിൽ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഒക്കെ ഇങ്ങനെ ഒന്ന് കണ്ട് അവർക്കൊക്കെ ഒരു ഇതായിക്കോളൂ ഈ കുതിരപ്പുറത്ത് എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം നോർമലായിട്ടുണ്ട്. ഇടയ്ക്ക് കുതിരകളുടേതായ രീതിയിൽ പോകുമ്പോഴാണ് നമ്മൾ പ്രശ്നമാകുന്നത്. അവിടെ ബാക്കിലൊക്കെ വൻ കോമഡികൾ നടക്കുന്നുണ്ട്, എനിക്ക് കാണുന്നില്ല. എൻ്റെ കുതിര മുമ്പിലായതുകൊണ്ട് ഞാൻ വളരെ കുറേയൊക്കെ സേഫ്റ്റി ഉണ്ട്. എങ്ങനെയുണ്ട് കുതിരപ്പുറത്തെ യാത്ര? അയ്യോ എൻ്റെ കുതിരനെ സൂക്ഷിക്കട്ടെ ജി. അതാ 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 ഞാനിപ്പോൾ നടുവിലാണ്, 2 കുതിരകളെ നടുവിൽ. അയ്യോ 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 ഇനി എടുക്ക. ഈ പാലത്തും കൂടെ കയറണമല്ലേ. ഇവൻ ഈ പാലത്തും കൂടെ കയറ്റാൻ ഇവന് എഴുതിക്കൊടുത്ത ഉണ്ട്. ആദ്യം അവൻ കയറി. അയ്യോ ഈ കുതിര കയറ്റ്. അയ്യോ അയ്യോ കുതിരകൾ തമ്മിലൊരു മത്സരം. ഞങ്ങളെ ഗ്യാങ് വരുന്നു. ഞങ്ങളുടെ സംഘം ആ കുതിര വൈകിട്ടുണ്ട് ബോസേ. അല്ലോ ഇതാണ് ഞങ്ങളുടെ സംഘം. പണ്ടത്തെ ആൾക്കാരൊക്കെ കുതിരപ്പുറത്ത് എന്നുള്ള യുദ്ധത്തിന് പോയിരുന്നു. അത് ആലോചിക്കുമ്പോഴാണ് എങ്ങനെയായിരിക്കും അല്ലേ. ഗെയിം ഓഫ് ത്രോൺസിലെ അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടോ. അവിടെ ഫോട്ടോഗ്രാഫർമാരൊക്കെ ഉണ്ട്. കുതിരപ്പുറത്ത് വരുന്ന ആളുകൾക്ക് ഫോട്ടോ എടുത്തെടുക്കുക, അങ്ങനെ ജീവിക്കുന്ന ഉപജീവനം നടത്തുന്ന ആളുകൾ. നമ്മളെ കൂടെ വന്ന ആളുകൾ വളരെ ഫ്രണ്ട്ലി ആട്ടോ. നല്ല 3 പയ്യന്മാരുണ്ട്, കശ്മീരി ബോയ്സ്. ഇവിടെ വെച്ച് ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാൻ പോകും. നല്ല പ്ലസൻ്റായ ഏരിയയാണ്. സോ ഞങ്ങൾ കുതിരകളൊക്കെ ഇങ്ങനെ പൂസ് ചെയ്ത് നിർത്തുകയാണ്. കുതിരകളെയാണ് പൂസ് ചെയ്യേണ്ടത്, ഞങ്ങൾ പൂസ് ചെയ്യേണ്ട കാര്യമില്ല. കുതിരകൾ പൂസ് ചെയ്തോളൂ. അപ്പോൾ ഫോട്ടോ സെഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പോവാണ്. ഇവിടെ അതുപോലെ ഒരുപാട് കുതിര സംഘങ്ങളുണ്ട്. അവരവരെ കുറച്ചും കൂടി കുതിരകൾ അതൊക്കെ കൊടുത്താണ്. നമ്മൾ മലയാളികൾക്ക് കുതിരകളെ പരിചയമില്ലാത്ത ആൾക്കാരാണ് നമ്മൾ മലയാളികൾ.
ഇവിടെ ഒരു കിടങ്ങുണ്ട് കേട്ടോ. അയ്യോ ഈ കയ്യിൽ ഈ പിടുത്തമില്ലാണ്ടെങ്കിൽ നമ്മള് പിറകിലേക്കോ സൈഡിലേക്കോ വീഴും. ഇവിടുത്തെ കാഴ്ചകൾ നന്നായിട്ട് ആസ്വദിക്കണമെന്നുണ്ട്. പക്ഷെ കുതിരപ്പുറത്തായതുകൊണ്ട് നമ്മൾ ആ പേടിപ്പോഴും പോയിട്ടില്ല. മുമ്പിലൊരാളിനെ നിയന്ത്രിക്കാണ്ട്, അതുപോലെ നടുവിലൊരാളുണ്ട്, ബാക്കിലൊരാളുണ്ട്. അങ്ങനെയാണ് കുതിരകൾ ഇതാക്കുന്നത്. കുതിരകൾ പലപ്പോഴും അവരെ ഇഷ്ടപ്രകാരമുള്ള പിന്നെ അവർ സ്ഥിരം അത് പോയി അവർക്കും ശീലമായി. അങ്ങനെ ഞങ്ങളെ കൂട്ടത്തിലെ ഏക വനിതാ രത്നത്തിന് അതാ മുമ്പിൽ കയറ്റി വിട്ടിട്ടുണ്ട്. അതാണ് നമ്മളെ ഡ്രൈവർമാര്. ചന്തിയൊക്കെ ചെറുതായിട്ട് പെയിൻ വരാൻ തുടങ്ങി. ഇരുന്നിരുന്നേ അയ്യോ ഇതൊന്നും കാട്ടില്ല. ഇതെന്താ കാട്ടുന്നേ? കുതിരനെ വിട്. ജയമ അങ്ങനെ ആക്ഷൻ കാണിക്കല്ല. ഈ കുതിര നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ പോവാണ്. പക്ഷെ എനിക്ക് ഓവർടേക്ക് ചെയ്യണ്ട മുത്തേ. പതുക്കെ പതുക്കെ പതുക്കെ. അയ്യോ 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 ആ തന്നെ നമ്മൾ പിന്നെ നമുക്ക് പേടി ഉണ്ടായതുകൊണ്ട് നമ്മളെ കുതിരക്കാരെ മൊത്തം ഇരിപ്പിച്ചിക്കാണ്. ഇവരിങ്ങനെ വന്നല്ലോ ഈ റൂട്ടിന്. മറ്റവരിങ്ങനെ കറങ്ങി വന്നു. ഇവിടെ വണ്ടികളൊക്കെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കുതിരകളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ യാത്ര കുറച്ചും കൂടി ബെറ്ററായി. അത് അങ്ങനെ പോവുക കേട്ടോ. അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ഇതിൽ കൂടെ റോഡുണ്ട്. അതിൽ നമ്മളെ ഡ്രൈവർക്ക് ഇങ്ങോട്ട് കൊടുത്തു ഇവിടെ. കുതിരപ്പുറത്ത് തന്നെ റോഡുകളിതാ. ഇനി അവിടെ എന്താ പാട് അറിയില്ല കേട്ടോ. ആ ഇല്ല് കയറാനൊക്കെ ഉണ്ടോ അറിയില്ല. ഇതിൻ്റെ നമ്മളിപ്പോൾ സുഖയാത്രയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നറിയില്ല. നല്ല തണുത്ത കാറ്റ്. അവരെ കുതിര അങ്ങനെ പോയി, നമ്മളെ കുതിര ഇങ്ങനെ വന്ന്. അത് നന്നായി. നമ്മൾ റോട്ടുമോട്ടോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. അതെല്ലാവരും പോകണത്. അവർ കുറച്ച് ഓവറാണ് അല്ല. ന്യൂ ഇയറിന്റെ കോട്ടേജ് ന്യൂ ഇയർ സെലിബ്രേറ്റ് നമ്മളിവിടെ വെച്ച് കണ്ടോ ക്രോസ് ചെയ്യുന്നത്. മറ്റേ കുതിര വരുന്നില്ല. മറ്റേ കുതിര അവിടെ നിൽക്കുന്നു. അയ്യോ അവിടെ കുതിര വെള്ളം കുടിക്കുന്നു. അവിടെ കുതിര വെള്ളം കുടിക്കാൻ വേണ്ടി നിന്ന്. കാരണം കുതിരകൾക്ക് ദാഹിക്കുമല്ലോ. അവള് പേടിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ പിറകിലായി. എൻ്റെ മുമ്പിലുള്ള ആളുകളത് പോണ്. അതാ ഇവരെപ്പോഴും മറ്റേ കുതിരൻ്റെ പിറകിൽ ഇങ്ങനെ നടക്കാൻ ശ്രമിക്കും. ഇവർ സംസാരിക്കുന്നുണ്ടാവുമല്ലോ, ഇവരുടേതായ കമ്മ്യൂണിക്കേഷൻ. നമ്മളിതങ്ങനെ ചെരിഞ്ഞു പോകുന്നു. ഇവരിടയ്ക്ക് കുതിരനെ അടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കൊരു പാവം തോന്നും. കാരണം കുതിരകൾ അനുസരിക്കാത്തൊരു സമയം വരുമ്പോൾ ഇവർ അടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവർ മെല്ലെ അടിക്കണുള്ളൂ. പക്ഷെ അവിടെ മറ്റേ പഹൽഗാമിൽ വടി എടുത്ത് അടിക്കും ആ കയറ്റം കയറാൻ കഴിഞ്ഞാൽ. കുറച്ച് വെയിൽ നല്ല ഇതാകുന്നുണ്ട്. സ്വാഭാവികമായും നോക്കട്ടെ. ഞാനിന്ന് രാവിലെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ യാത്ര ചെയ്തു. ബാക്ക് സീറ്റിലാണ് യാത്ര ചെയ്ത്. ഛർദ്ദിച്ചു, ആകെ ടയർഡായി. പിന്നെ നാട്ടിൽ തിരിച്ചു പോയാൽ മതി എന്നുള്ള അവസ്ഥ ആണ്. കാരണം ശരീരത്തിന് വയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും നമുക്കൊരു ഇതില്ലല്ലോ. അങ്ങനെ ആ ഛർദിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഇതിക്കാണ് ഞാൻ ഛർദ്ദിച്ചത്. എന്താണ് എൻ്റെ ജാക്കറ്റൊക്കെയാണ് ഛർദ്ദിച്ചത്. പിന്നെ ഞങ്ങൾ റെസ്റ്റ് എടുത്തു, അതിൻ്റെ വെള്ളം കുടിച്ചു. ഞാൻ മുൻ സീറ്റിലേക്ക് മാറി. അങ്ങനെ
കുതിരകൾക്ക് അറിയാം അവർക്കുള്ള അങ്ങനെ തന്നെ ഞാൻ ഇതാക്കി. ഞാൻ ഒരിക്കലും ഇതൊന്ന് യാത്ര എൻജോയ് ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഈ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് കരുതിയല്ല. അത്രയും ടയർഡായിരുന്നു ഞാൻ. ഇവിടെ എത്രയോ ആളുകളുണ്ട് ഈ കുതിരയുമായുള്ള ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ആളുകൾ. എൻ്റെ കുതിരയാണ് ഇപ്പോൾ ഏറ്റവും പിറകിലുള്ളത് കേട്ടോ. പിന്നെ ബാക്കിലൊരു സംഘം വരുന്നുണ്ട്. അവർ സ്ലോവിൽ അങ്ങനെ പോവാണ്. ഇതൊരു ചെറിയ കയറ്റാണ്. ആ കയറ്റം അവിടെ കണ്ടില്ലേ കുതിരകൾ കയറുന്നത്. നേരെ റോട്ടിലേക്കാണ് കയറുന്നത്. ഇവിടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട് ഇവിടെ, HVAWS. അതുപോലെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഇവരുടെ. ഇവിടെ കണ്ടില്ല വീടുകളൊക്കെ മഞ്ഞുറഞ്ഞ് നിൽക്കുന്ന വീടുകൾ നമ്മൾ സിനിമകളിൽ കണ്ടാണ്. ഇവിടെ മറ്റേ ജബ്തക്കേജാൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലമാണ് പറഞ്ഞത്. ഇവിടെ ആർമി ഉണ്ട് കേട്ടോ. ആർമീൻ്റെ വണ്ടികൾ പോകണം. ആർമീൻ്റെ വണ്ടികൾ പോകണം. ബൈ ബൈ. എൻ്റെ കുതിര കുറച്ച് നിന്നവിടെ. അയ്യോ കുറച്ച് ആർമീൻ്റെ വണ്ടി ഇത് പോണ്. കശ്മീരിൽ എവിടെയും ആർമി ഉണ്ട്. ഇവിടെയുണ്ട്, എല്ലായിടത്തുണ്ട്. അയ്യോ രണ്ട് മാങ്ങാണ്. കേരള നമ്മൾ 2 മാങ്ങാണ്. അത് അവർക്ക് അറിയുന്ന മലയാള ഭാഷ ആയിരിക്കും. എത്ര കുതിരകളുണ്ടായിട്ട് ഇവൻ കുറച്ച് ഈസി വഴി കണ്ടുപിടിച്ച് വിളിച്ചു അല്ലോ. കുതിരകൾ ഇടയ്ക്ക് വെള്ളം കുടിക്കും, പുല്ല് കണ്ടാലൊക്കെ തിന്ന് നിൽക്കുന്നുണ്ട്. പാവം ജീവികളത്. നമുക്ക് കുറേ നേരം ഇരുന്ന് ചന്തി വേദനിക്കാൻ തുടങ്ങി. എന്താ മഞ്ഞൊക്കെ കണ്ടു തുടങ്ങിയിട്ട്. മഞ്ഞ് ഇവിടെയൊക്കെ ഇങ്ങനെ മഞ്ഞിൻ്റെ വലിയ കട്ടകൾ വീണ് കിടക്കുകയാണ്. നമ്മളിനി തിരിച്ചു വരുമ്പോൾ ഇതേ കുതിരപ്പുറത്താണ്. പക്ഷെ അറിയില്ല അതിൻ്റെ റൂട്ട് തന്നെയാണോ അറിയില്ല. ഇവിടെ വെച്ച് കുറച്ച് ദുർഘടമായ പാത കേട്ടോ. ഭയങ്കര ചളിയാണ്, ചളി കുതിര കയറുന്നുണ്ട്. അവിടെ വേറെ കുതിരകൾ. അയ്യോ ഈ കുതിരകളൊക്കെ എത്രയോ മെരുക്കിയെടുത്തുകയാണല്ലോ. മഞ്ഞിൻ്റെ ലോകം കണ്ടു തുടങ്ങി. ആഹാ കണ്ടോ ഇവിടെ മിലിറ്ററിൻ്റെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. മിലിറ്ററി ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ. അതാണ് ഈ കമ്പിവേലി കെട്ടി തിരിച്ചിരിക്കുന്ന മിലിറ്ററി ചെക്ക് പോസ്റ്റാണ്. മഞ്ഞിടെ കണ്ടു മഞ്ഞ്. മഞ്ഞ് ഈ മഞ്ഞ് കാണാനാണ് ഞങ്ങൾ ഇത്രയും തരുള്ളത്. വേറെ എന്തെങ്കിലും സംസാരിക്കാൻ വയ്യ. ഓ ഇതെല്ലാത്തൊരു യാത്രയായിപ്പോയി ഇത്. പക്ഷേ ഇതൊക്കെ ഒരു ലൈഫിൽ ഒരു ടൈം അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഗതിയാണ്. നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി. നല്ല മരങ്ങൾ. അവിടെ എത്തിയിട്ട് വേണം ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ. ഇതൊക്കെ മൊബൈലിലെടുത്താണ്. മൊബൈലിൽ പിടിക്കാൻ പറ്റുള്ളൂ. ക്യാമറ ഒന്നും ഇതിൽ പിടിക്കാൻ പറ്റില്ല. ആണ്ടോ ആളുകളിവിടെ ഇവരിവിടെ നടന്നു വരിക തോന്നുന്നു. അറിയില്ല. ഈ ഇവിടെ മൊത്തം ചളിവിളിയാണ്. ഇതിൻ്റെ ഈ ഏരിയ മൊത്തം എൻ്റെ തണുത്ത ഇതിലൂടെ മഞ്ഞ്. ഒടുവിൽ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ സ്ഥലത്തൊക്കെ എത്തി. ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ പ്രദേശങ്ങളിലൊക്കെ ഒന്നാണിത്. ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ റിസ്ക് എടുത്ത് തന്നെ യാത്ര ചെയ്യണം. ഇവിടെ വെച്ച് മഞ്ഞ് സ്ലിപ്പ് ഇതാവുന്നുണ്ട്. കുതിരകളൊക്കെ ചവിട്ടാൻ പറ്റില്ല. നമ്മളെ വണ്ടികളൊന്നും അങ്ങനെ പൊക്കൊണ്ടാൻ പറ്റില്ല. മഞ്ഞും ചളിയും കൂടി മിക്സ് ചെയ്ത ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ കണ്ടോ ചളി മൊത്തം. എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ വളരെ മുമ്പിലാണ്. ബാക്കിൽ 2 ആൾക്കാരുണ്ട്. ഞാനിന്ന് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റും എന്ന് കരുതിയതല്ല. കുതിരകൾ ഇങ്ങനെയൊക്കെ പോകുന്നു. പക്ഷെ എന്നാലും ഇവിടെ കുറച്ചുകൂടി
കേട്ടോ ഭയങ്കര തണുപ്പ് കൂടിയാലുണ്ട്. അയ്യോ ഞാൻ എൻ്റെ ഗോപ്രോ ക്യാമറയിലെ മെമ്മറി ഫുള്ളായി, അതെല്ലാം തന്നെ എടുക്കായിരുന്നു. അതാകുമ്പോൾ ഈ കുത്തിക്കുലുക്കൊന്നും അതിൽ കാണില്ല. കുറച്ച് ഡേഞ്ചറാട്ടോ. ഇവിടുത്തെ കാശ് പോക്കാണ്. അത് കുതിരകളെ ഷോർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ 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 ഇതൊക്കെയാണ് മഞ്ഞിൻ്റെ കാഴ്ചകൾ. ആ മഞ്ഞ് തണുത്തുറങ്ങി നിൽക്കുന്നു. ഇപ്പം നമ്മൾ ശരിക്കും റിയൽ മഞ്ഞിലേക്ക് പ്രവേശിച്ചു. മോനെ आजा हेलो ब्रो, आजा फोटो बनाएंगे. कम ब्रो. साबा ओ साबा ഓക്കേ. ओ साबा बुरा şey खरीदार ya. बुरा खरीदार मेरे कम हेलो. गली आशिका അള്ളാന്റെ ക്യാമറ. ഇവിടെയൊക്കെ മഞ്ഞിൻ്റെ കൂടാരാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് എവിടെയാണ്? ഗുൽമാർഗ്. മഞ്ഞ് 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 എവര് മീരിലെ ഗുൽമാർഗിലെ മഞ്ഞിൽ കിടന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. മഞ്ഞിൽ അടിപൊളി കാഴ്ചകളാണ് നമുക്ക് ചുറ്റുള്ളത്. ഇവിടെ കിടന്ന് വെച്ചിട്ടൊരു പ്രശ്നം കേട്ടോ. നമ്മൾ വലിയൊരു ഐ ജാക്കറ്റ് ഇട്ടിരിക്കുന്നത്, അതിൽ കട്ട മഞ്ഞുള്ളത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ നിങ്ങൾ വന്നിരിക്കേണ്ട സ്ഥലമാണിത്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ പങ്കെടുക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഇവിടുത്തെ പ്രകൃതി എൻജോയ് ചെയ്യാൻ തന്നെ ഉണ്ട്. അത്ര സാധനങ്ങളുണ്ട്. ഓക്കെ, കൈയൊക്കെ വിറക്കുന്നുണ്ട്, ചുണ്ടൊക്കെ വിറക്കുന്നുണ്ട്. അങ്ങനെയാണ്. ഇവിടെ ഫ്രഷ് മഞ്ഞാട്ടല്ലേ, ആളുകൾ ചവിട്ടാത്ത. മലയാളി പയ്യൻ ടാൻ ടാൻ. എങ്ങനെയുണ്ട് അനുഭവം? പൊളിയല്ലേ? അടിപൊളിയാണ് മക്കളെ. എന്തായാലും വരണം. ഇവിടെ ഫാമിലിനായിട്ട് വന്ന മുതലാവട്ടോ അല്ലേ? കാരണം അവർക്ക് നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച നമ്മളെ കേരളീയർക്ക് ഇതാക്കാനുള്ള എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് നമ്മളവിടെ അങ്ങനെ സംഭവം ഇല്ലല്ലോ. ഒരു ഫോട്ടോ ഇവിടെ ഏറ്റവും ആവശ്യം വരുന്ന സാധനമാണത്. നമ്മളെ വാസലിൻ്റെ ഇതെടുത്തുകൊണ്ട് ചുണ്ടുമ്പോൾ വരട്ടണം. ചുണ്ട് ഇടക്കിടക്ക് ഇറക്കാൻ തുടങ്ങും, ട്രൈ ചെയ്യാൻ തുടങ്ങും. അവിടെയും വെളിച്ചം വേണം. പ്രശ്നൻ്റെ അടയാളങ്ങളൊക്കെയാണ് ഇടയ്ക്ക് ഇതിട്ടിരിക്കുന്നത്. ഇതൊന്നും അങ്ങനെ പോകാൻ പാടില്ല. അതെന്താ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നത്? ഇതിന് തൊട്ടടുത്ത ആർമിൻ്റെ ബേസ് ക്യാമ്പാണ്, വലിയ ക്യാമ്പാണ്. ഇവിടെ ഇവിടേക്ക് നേരെ തോക്കൊക്കെ പിടിച്ച് ഒരു ആർമിക്കാരനെ ഇങ്ങനെ ഒളിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ മുപ്പര് പരിചയപ്പെട്ടോ. ഇവര് ഇവിടെ ഉള്ളതാണ്, സിക്കിം ആസാമിലുള്ളതാണ്. ഇതിന് തൊട്ട് ബാക്കിൽ നമ്മൾ പിന്നെ ഫോട്ടോ എടുക്കാൻ പാടില്ല, ആർമിൻ്റെ ക്യാമ്പ് ആയതുകൊണ്ട് അതിൻ്റെ ഇതുണ്ട്. ഇപ്പോൾ ഇവിടെ അടിയിലൊക്കെ ഇവിടെ ചങ്ങലൊക്കെ വെച്ചിരുന്നു. അങ്ങനെ കൈകൊണ്ട് പെഹൽഗാമിലെ കാഴ്ചകൾ കണ്ട് മടങ്ങാണ്. ദൂരപ്പുറത്താണ് എൻ്റെ കുതിരനത്. വേണ്ട വേണ്ട പോവാണ്.
भैया साइड में लेफ्ट साइड അന്നത്തെ അപ്പം ഇട്ടാളെ ഞാൻ പ്രശ്നം രണ്ട് ഡിലീറ്റ് ആക്കി എന്തും ചെയ്യാം बुला अच्छा तू भैया लेफ्ट में खींचो ആർമിന്റെ ജീപ്പ് പോകും भैया लेफ्ट में हो भैया ആർമിന്റെ ജീപ്പ് പോകും ആർമി ജീപ്പ് വരുന്നുണ്ട് Good mark.